തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആള് പുറത്ത് പോവാണ്. അപ്പൊ ആളെ കാണാനായിട്ട് ഞാൻ മെട്രോന് പോയി ചെന്ന് കണ്ടു. അപ്പൊ ആളെ കണ്ട് വന്നപ്പോഴേക്കും ലേറ്റ് ആയി. അപ്പൊ മെട്രോ ക്ലോസ് ആയി. എന്റെ കയ്യിലാണെങ്കിൽ ആകെ 9 തെറംസ് അങ്ങനെ എന്തോ ഉള്ളൂ. ആകെ എൻ്റെ ഒരു 9 തെറംസും. അപ്പൊ ഞാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പൈസ ഇല്ലല്ലോ എന്നുള്ള കാര്യം അറിയിച്ചത്. പിന്നെ ബസ്സില്ല, ഞാൻ പെട്ട്. അപ്പൊ എനിക്ക് ഈ റൂം തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 8-9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ഇവിടെ സൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യും? അപ്പൊ 9 റംസിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നടക്കാം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ടാക്സി എടുത്ത് കഴിഞ്ഞാൽ അത്രയും പൈസ കൊടുത്താൽ മതി. അങ്ങനെ നടന്നു. അപ്പൊക്ക് എനിക്ക് ഒട്ടും വയ്യാണ്ടായി. അവസാനം ഒരു ടാക്സി കിട്ടി. പാകിസ്ഥാനി ആയിരുന്നു ഡ്രൈവർ. കയറിപ്പോ എന്നെ പറഞ്ഞു, എന്റെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, 9 റംസേ ഉള്ളൂ, എനിക്ക് പോകേണ്ടത് ക്ലോക്ക് ടവറിലാണ്, അപ്പൊ എന്നെ ഒന്ന് അവിടെ ആക്കി തരണം. അപ്പൊ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് എന്റെ ടെൻഷൻ പൈസ കൂടി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ടെൻഷനിൽ ഞാനിങ്ങനെ. അപ്പൊ ആദ്യം ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞപ്പോ ഈ ഡ്രൈവർ അത് ആ മീറ്ററിലത് പോസ് ചെയ്തു, ആ റൈഡ് പോസ് ചെയ്തു. അപ്പൊ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. പുള്ളി എന്താ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേ. പുള്ളി കഴിഞ്ഞ് സിഗ്നൽ എടുത്തു, പുള്ളി അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും പുള്ളി പോസ് ചെയ്തു, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കറക്റ്റ് ഒരു 9 ദറംസ് ആയി കഴിഞ്ഞപ്പോ പുള്ളി ആ റൈഡ് ക്യാൻസൽ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു പിന്നെ 1 കിലോമീറ്റർ അടുത്ത് എന്തോ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ അടുത്ത് പറഞ്ഞു, ഇനി അങ്ങടെ എന്തോരം ദൂരം ഉണ്ടെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലം വരെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പുള്ളി എന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ കൊണ്ടുവന്ന് മീറ്റർ സ്റ്റോപ്പ് ചെയ്തു. അതായത് റൈഡ് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് പറഞ്ഞു. എന്റെ കണ്ണ് പറഞ്ഞു. ആ രാത്രി അത്രയും അതൊരു പാകിസ്ഥാനിയാന്ന് ഓർക്കണം. പുള്ളിന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ 9 റംസ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഞാൻ പുള്ളിയുടെ അടുത്ത് താങ്ക് യു പയ്യാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇമോഷണലി ഞാൻ ശരിക്കും കരഞ്ഞു പോയി. നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ഏതൊരു അവസ്ഥയിൽ നിന്നാൽ കൂടി ഈ പറയുന്ന സിറ്റിയിൽ ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും.